അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോട്ടലിൽ എത്തിയ അവിടം വരെയാണ് കണ്ടിരുന്നത്. ഇനി നമുക്ക് ഹോട്ടൽ റൂമും അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. കുഴപ്പമില്ലാത്ത നല്ലൊരു റൂമായിരുന്നു. ഞങ്ങൾ 3 പേര് ഈ റൂമിൽ, ഒരു എക്സ്ട്രാ ബെഡും തന്നു കേട്ടോ. അത്യാവശ്യം കാണാൻ TV ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്ത ബാത്റൂം, എല്ലാം ഓക്കെ. ഫ്രഷായി രാത്രിയായപ്പോൾ പുറത്ത് പോയി മോമോസ് കഴിച്ചു. അത് കഴിഞ്ഞ് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി നമുക്ക് സൈറ്റിലേക്ക് പോകണം. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ വാരണാസിയിലത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കാപ്പി, നല്ല ചായ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നടന്ന് നമ്മുടെ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാരണാസിയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് അസി. ഇപ്പോൾ അസിയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അസി നാളാന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, കാരണം മുഴുവൻ മലിനജലമാണ് അവിടെ ഉള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അസി ഘട്ടിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്നും ഒരു 1 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഇടവഴി കൂടെയാണ് നടന്നു പോകുന്നത്. ഈ ഇടവഴിക്കൊക്കെ ഇവിടെ പറയുന്നത് ഗള്ളീസ് എന്നാണ്. ഇപ്പോൾ കാണുന്നതല്ല, ഇതിനും ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ വീതി വളരെ കുറഞ്ഞു വരും. ഇവിടെ എന്തോ ക്യാമ്പ് പോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ, സ്വച്ഛ് ഭാരതിൻ്റെ. അപ്പോൾ അവരുടെ ക്ലീനിങ് പ്രോസസ്സൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ ഈ ഗട്ട്സ് എല്ലാം, അതായത് ഇപ്പോൾ ഇവിടെ 84 ഗട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല, കുറേ സമയം എടുക്കും. അതുകൊണ്ട് നമ്മളൊരു ബോട്ടിൽ പോയിട്ട് മുഴുവൻ ഇങ്ങനെ കണ്ടു വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളൊരു ബോട്ടൊക്കെ വിളിച്ച് പോവാൻ റെഡിയായി. മറഞ്ഞു കിടക്കുന്ന ഒരുപാട് നിഗൂഢതയുടെയും ആഴമേറിയ ആത്മീയതയുടെയും സ്ഥലമാണ് കാശി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരത്തിലൊന്നാണ് കാശി. ഇവിടെ 35 ലക്ഷത്തിലധികം ആളുകൾ തിങ്ങി നിരങ്ങി താമസിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്കും ജൈനർക്കും ബുദ്ധമതക്കാർക്കും വാരണാസി പവിത്രമാണ്. ഗംഗാനദി പുണ്യ നദിയായിട്ടാണ് കരുതപ്പെടുന്നത്. അതിൽ ഒരു തവണ കുളിച്ചാൽ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കും മോക്ഷം ലഭിക്കുമെന്നാണ് ഐതിഹ്യം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഗംഗാതീരത്ത് ദഹിപ്പിക്കുന്നത് വലിയ പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ആദ്യമായി ഭൂമിയിലുണ്ടായ ദിവ്യജ്യോതിയുടെ കിരണങ്ങൾ ഭൂമിയിൽ പതിച്ചു. അവിടെ സ്വയംഭൂ ജ്യോതിർലിംഗങ്ങൾ ഉണ്ടായി. ഭാരതത്തിൽ 12 ജ്യോതിർലിംഗങ്ങൾ ഉണ്ട്. അവ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളായി നിലകൊള്ളുന്നു. ആദ്യ കിരണം കാശിയിലാണെന്നാണ് വിശ്വാസം. കാശി എന്നാൽ തിളങ്ങുന്നത് എന്നാണ് അർത്ഥം. കാശി അറിവിൻ്റെയും ആത്മീയതയുടെയും ക്ഷേത്രങ്ങളായി. ഇവിടെ ശിവൻ വിശ്വത്തിൻ്റെ നാഥൻ എന്നറിയപ്പെടുന്ന വിശ്വനാഥൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരത്തിലൊന്നാണ് കാശി. കാശിയെപ്പറ്റി വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. കാശിക്ക് ബനാറസ് എന്നും ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ, അസി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വാരണാസി എന്നും അറിയപ്പെടുന്നു. കാശിയിൽ വരുന്നതും ഗംഗയിൽ മുങ്ങുന്നതും മോക്ഷം ലഭിക്കുന്നതിന് കാരണമാകുന്നു. മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. മുഗൾ കാലത്തെ പടയോട്ട സമയത്ത് ഇവിടുത്തെ ആദ്യകാല നഗരം നശിപ്പിക്കപ്പെട്ടിരുന്നു. കാശിയിൽ ഇപ്പോൾ കാണുന്ന മിക്ക ക്ഷേത്രങ്ങളുടെയും പുനർനിർമ്മാണം 18-ാം നൂറ്റാണ്ടിൽ
മറാഠികളുടെ കാലത്താണ് നടത്തിയിരിക്കുന്നത്. ഓരോ വർഷവും 20,000-ലധികം ആളുകളാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള പാതയിലേക്ക് എത്തുവാൻ വാരണാസി സന്ദർശിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ ദഹിപ്പിക്കുന്നത് മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുമെന്നും മോക്ഷം നേടാൻ സഹായിക്കുമെന്നും വിശ്വസിക്കുന്നു. കാശിയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ളതാണ് മുക്തിഭവനുകൾ. 1920-ൽ സ്ഥാപിതമായതു തുടങ്ങി 200-ലധികം വീടുകൾ ഇവിടെയുണ്ട്. മരണം കാത്തു നിൽക്കുന്ന ഒരാൾക്ക് 15 ദിവസമാണ് ഇത്തരത്തിലുള്ള മുക്തിഭവനുകളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിനിടയിൽ മരണപ്പെട്ടില്ലെങ്കിൽ ലിസ്റ്റിൽ അടുത്തതായി വരുന്ന ആൾക്ക് അവസരം കൈമാറുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഭൂരിഭാഗം ഹിന്ദുക്കളും കാശിയിലെത്തുന്നത് മരിക്കാനാണ്. അതുകൊണ്ടാണ് കാശിയുടെ അനവധി പേരുകളിലൊന്ന് മഹാശ്മശാനം എന്നറിയപ്പെടുന്നത്. ഇവിടെ 2 പ്രസിദ്ധമായ ശ്മശാനമുണ്ട്. ഒന്ന് ഹരിശ്ചന്ദ്രഘട്ട്, 2 മണികർണികാഘട്ട്. ആദ്യമത്തേത് സത്യവാനായ ഹരിശ്ചന്ദ്ര രാജാവിൻ്റേതാണ്. രണ്ടാമത്തേത് മരണത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന മണികർണികാഘട്ട്. പരമശിവൻ മണികർണികാഘട്ടിന് നിത്യശാന്തിയുടെ വരം നൽകിയെന്നാണ് ഐതിഹ്യം. മണികർണിക എന്ന പേര് എങ്ങനെ കിട്ടിയെന്ന് ചുറ്റിപ്പറ്റി ചില ഐതിഹ്യങ്ങൾ ഉണ്ട്. ശിവനും പാർവതിക്കും കുളിക്കാനായി വിഷ്ണു ഒരു കിണർ കുഴിച്ചു. ഇപ്പോൾ അത് മണികർണിക കുണ്ട് എന്ന് അറിയപ്പെടുന്നു. ശിവൻ കുളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്മലുകളിലൊന്ന് ഈ കിണറിൽ വീണുവെന്നും അന്നു മുതൽ അത് മണികർണിക എന്നറിയപ്പെടാൻ തുടങ്ങിയെന്നുമാണ് ഐതിഹ്യം. മണി എന്നാൽ കമ്മലിലെ രത്നത്തെയും കർണം ചെവിയെയും സൂചിപ്പിക്കുന്നു. നിരവധി ഭക്തർ ഈ ഘട്ടിനെ സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്നു. ഇവിടെ 1-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ അണയാത്ത തീയുണ്ട് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. തീയും വെള്ളവും ആത്മീയവും ലൗകികവുമായ ലോകങ്ങൾ തമ്മിലുള്ള പാലങ്ങളാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. അവ രണ്ടും ശുദ്ധീകരിക്കുന്നത് വൃദ്ധിയുടെ പ്രതീകങ്ങളുമാണ്.